ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വീണ്ടും പുതിയ ഫീച്ചറുകൾ. വാട്സപ്പ് സ്റ്റാറ്റസ് ഏരിയ 1 മിനിറ്റ്. കോട്ടയത്ത് ഉരുൾപൊട്ട വ്യാപക നാശനഷ്ടം, 7 വീടുകൾക്ക് കേടുപാട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ക്രിമിനൽ കേസെടുക്കാനും നിർദ്ദേശം. പുരപ്പുറ സോളാറിന് വൈദ്യുതിക്ക് അധിക തുക നൽകാൻ പദ്ധതി. സംസ്ഥാനത്ത് നിപ പ്രതിരോധത്തിന് പ്രത്യേക കലണ്ടർ. സെപ്റ്റംബർ വരെ പ്രതിരോധം ശക്തമാക്കും. വ്യാപക മഴയിൽ KSEB കനത്ത നഷ്ടം 44 കോടിയെന്ന് പ്രാഥമിക കണക്ക്. റമേൽ ചുഴലിക്കാറ്റ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 16 മരണം. മാഹി ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഒരാൾ മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കോട്ടയത്ത് ഉരുൾപൊട്ടൽ, വ്യാപക നാശനഷ്ടം, 7 വീടുകൾക്ക് കേടുപാട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. കോട്ടയം ഭരണങ്ങാനം ഇടമറുക് ചെക്കൊല്ല ഭാഗത്ത് ഉരുൾപൊട്ടലിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ഉരുൾപൊട്ടലിൽ 7 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആളപായമില്ല. മീനച്ചിൽ താലൂക്കിലെ മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. തലനാട് ചോനമലയിൽ ഉരുൾപൊട്ടി റോഡ് തകർന്നു. സമീപവാസിയുടെ നാട്ടിൻകൂടും ഒരാടും മഴവെള്ളത്തിൽ ഒളിച്ചുപോയി. ഒരാടിനെ ചത്ത നിലയിലും കണ്ടെത്തി. തീക്കോഴി പഞ്ചായത്തിലെ കല്ലത്ത് മണ്ണിടിച്ചിലുണ്ടായി. മാർമല അരുവിയിൽ അതിശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെട്ടത്. അരുവിയുടെ ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. പാതാമ്പുഴയിലെ അരുവിക്കച്ചൽ വെള്ളച്ചാട്ടവും ശക്തി പ്രാപിച്ചു. സംസ്ഥാനത്തുടനീളം ഉണ്ടായ തീവ്ര മഴയിലും കാറ്റിലും KSEBക്ക് കനത്ത നഷ്ടം. പ്രാഥമിക കണക്കുകൾ പ്രകാരം ഏകദേശം 48 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 895 HT പോസ്റ്റുകളും 6230 LT പോസ്റ്റുകളും തകർന്നു. മരങ്ങളും മരച്ചില്ലകളും വീണതിനെ തുടർന്ന് 6230 ഇടങ്ങൾ LT ലൈനുകളും 895 ഇനങ്ങളിൽ HT ലൈനുകളും പൊട്ടിവീണു. 185 ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും KSEB ജീവനക്കാർ സ്വത്തരമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊഴികെ സമയബന്ധിതമായി തന്നെ വൈദ്യുതി നൽകാൻ സാധിച്ചിരുന്നു. ഭൂരിഭാഗം പരാതികളും ഇതിനകം പരിഹരിച്ചു കഴിഞ്ഞു. സാധാരണ നിലയിൽ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി തകരാർ സംഭവിക്കുമ്പോൾ ഒരു പ്രദേശത്താകെ വൈദ്യുതി വിതരണം നിർവഹിക്കുന്ന 11 kV ലൈനുകളുടെയും ട്രാൻസ്ഫോർമറുടെയും തകരാറുകൾ പരിഹരിക്കുന്നതായിരിക്കും ആദ്യം മുൻഗണന. തുടർന്ന് LT ലൈനുകളിലെ തകരാറുകൾ പരിഹരിക്കും. അതിനുശേഷം മാത്രമാണ് വ്യക്തിഗത പരാതികൾ പരിഹരിക്കുക. ഇത് മനസ്സിലാക്കി മാന്യ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിൽ കരതൊട്ടറമേൽ ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി 16 പേർ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ മരിച്ചു. നിരവധി മരങ്ങൾ കടപുഴകി വീണു. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. പലയിടങ്ങളിലും വൈദ്യുതി പൂർണ്ണമായി നിലച്ചു. കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം പൊങ്ങി. ബംഗ്ലാദേശിൽ ഓടകളിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകിയത് ഗതാഗതത്തെ അടക്കം ബാധിച്ചു. ബംഗ്ലാദേശിൽ 1.5 ലക്ഷത്തിലേറെ വീടുകൾ ഭാഗമായി തകർന്നു. 1.5 കോടിയോളം പേർ ഇരുട്ടിനായി. 9000 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തെക്ക് കിഴക്കൻ നഗരമായ ചട്ടോഗ്രാമിലെ വിമാനത്താവളം ബംഗ്ലാദേശ് അടച്ചുപൂട്ടുകയും കോക്സ് ബസാറിലേക്കുള്ള എല്ലാ ആഭ്യന്തര വിമാനങ്ങളും റദ്ദാക്കുകയോ ചെയ്തു. 12ലധികം കപ്പലുകൾ ആഴക്കടലിലേക്ക് മാറ്റി. ധാക്കയിൽ റോഡുകൾ വെള്ളം നിറഞ്ഞു. കൊൽക്കത്തയിൽ പലയിടങ്ങളിലും മതിലുകൾ ഇടിഞ്ഞു വീണു. കനത്ത മഴയിലും കാറ്റിലും 12 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ബംഗ്ലാദേശിലെ സാത്കീര ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ആദ്യ കാറ്റ് വീശിയത്. 110 മുതൽ 135 കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. തിങ്കളാഴ്ച ഉച്ചയോടെ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും കാറ്റും മഴയും തുടരുകയാണ്. ഏകദേശം 10,000-ഓളം മൊബൈൽ ടവറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പുരപ്പുറ സോളാറിന് പ്രോത്സാഹനമായി വൈദ്യുതി ഉൽപാദനത്തിന് അധിക തുക നൽകാനൊരുങ്ങി KSEB. യൂണിറ്റിന് 42 പൈസ അധികം നൽകാനുള്ള ആലോചനകളാണ് നടക്കുന്നത്. എത്ര തുക വർദ്ധിക്കുമെന്നത് ജൂൺ ആദ്യവാരം റെഗുലേറ്ററി കമ്മീഷൻ അറിയിക്കും. പുരപ്പുറ സോളാറിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകുന്നവർക്ക് സ്വന്തം ഉപയോഗശേഷമുള്ള വൈദ്യുതിക്ക് KSEB നൽകുന്ന തുകയാണ് വർദ്ധിപ്പിക്കുക. 2022-23 യൂണിറ്റിന് 2.25 പൈസയായിരുന്നു. 2023-24 അധിക ഉൽപാദനത്തിന് 3.11 രൂപയാണ് നൽകാൻ പദ്ധതി. സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷന്റെ പരിശോധനയ്ക്ക് ശേഷം തുക വീണ്ടും ഉയർത്താൻ സാധ്യതയുണ്ട്. നെറ്റ് മീറ്ററിംഗ് രീതിയിലൂടെയാണ് സംസ്ഥാനത്ത് പുരപ്പുറ സോളാർ ബില്ലിംഗ്. ഗ്രിഡിലേക്ക് ഒരു മാസവും നൽകുന്ന വൈദ്യുതിയുടെ അളവും വീട്ടിൽ ഉപയോഗിക്കുന്നതിന്റെ അളവും കണക്കാക്കി എക്സ്പോർട്ടാണ് കൂടുതൽ എങ്കിൽ വൈദ്യുതി ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറ്റും. ഏപ്രിൽ സാമ്പത്തിക വർഷം തുടങ്ങി ഓരോ മാസവും ബാക്കിയാകുന്ന വൈദ്യുതി അടുത്ത മാർച്ച് വരെ ഉപയോഗിക്കാം. ഉപയോഗിക്കാത്ത വൈദ്യുതിക്കുള്ള പണം അതിനുശേഷം പ്രോസ്യൂമേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും. സംസ്ഥാനത്തെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ വൈദ്യുതി വാങ്ങലിന്റെയും ചെലവ് കണക്കാക്കിയാണ് ഫീഡ് ഇൻ താരിഫ് തീരുമാനിക്കുന്നത്.
വൈദ്യുതി സ്വയം പര്യാപ്തതയിലേക്കുള്ള കുതിപ്പിന് വേഗം കൂട്ടി സംസ്ഥാനത്തെ സൗരോർജ്ജ നിലയങ്ങളുടെ സ്ഥാപിത ശേഷി 1000 മെഗാവാട്ട് പിന്നിട്ടിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന 16.49 നിന്നാണ് LDF സർക്കാർ 992.5 മെഗാവാട്ട് വർദ്ധിപ്പിച്ച് 1008.99 എത്തിച്ചത്. പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയിലൂടെ മാത്രം 730.47 മെഗാവാട്ട് കൂടി. സംസ്ഥാനത്ത് നിപ പ്രതിരോധത്തിന് പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. വർഷം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും നിപ വ്യാപന സാധ്യതയുള്ള മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് കലണ്ടർ തയ്യാറാക്കുന്നത്. നിപ പക്ഷിപ്പനി പ്രതിരോധത്തിന് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. മൃഗസംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കണം. കോഴിക്കോട്, വയനാട് ജില്ലകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസം ജില്ലകളിൽ സെപ്റ്റംബർ മാസം വരെ ക്യാമ്പയിൻ അടിസ്ഥാനത്തിൽ നിപ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി. മാഹി ബൈപ്പാസിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് ഒരാൾ മരിച്ചു. ആലപ്പുഴ സ്വദേശിയായ ശിവപ്രസാദ് 43 മരണപ്പെട്ടത്. മഴപ്പലങ്ങാട് ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ പോസ്റ്റിൽ ഇന്ന് പുലർച്ചെ 3:30 സംഭവം. ശിവപ്രസാദിൻ്റെ ഭാര്യ ദേവിശ്രീക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. പിൻസീറ്റിലായിരുന്ന മകൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാസർഗോഡ് സുള്ളിക്കടുത്ത് പുത്തൂരിൽ നിന്ന് മരം കയറ്റി മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ലോറി സിഗ്നൽ ലഭിക്കാനായി കാത്തുനിൽക്കുമ്പോഴായിരുന്നു നിയന്ത്രണം വിട്ട കാർ വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറി അല്പം മുന്നോട്ട് നീങ്ങിയതായി ലോറി ഡ്രൈവർ പറഞ്ഞു. പരിക്കേറ്റ ഭാര്യയെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിച്ചു. വീട് കുത്തി തുറന്ന് 10 പവനും 15,000 രൂപയും കവർന്നു. അടച്ചിട്ട വീട് കുത്തി തുറന്ന് 10 പവനും 15,000 രൂപയും കവർന്നു. മൊറാഴ 5-ാം പീടിക കുന്നിൽ വീട്ടിൽ അമൽ ശശിധരൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അമലും കുടുംബവും 23 വീട് പൂട്ടി കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു. ഞായറാഴ്ച രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിൻ്റെ മുകൾ നിലയിലെ പിറകുവശത്തുള്ള വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് അലമാര പൊളിച്ചാണ് കവർച്ച നടത്തിയത്. തളിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നെഹ്റു ഇന്ത്യയെ കെട്ടിപ്പടുത്ത പ്രധാനമന്ത്രി കൽപ്പറ്റ നാരായണൻ. ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യയെ കെട്ടിപ്പടുത്ത നവീന ഭാവത്വമുള്ള പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റുവെന്ന് കവിയും എഴുത്തുകാരനുമായ കൽപ്പറ്റ നാരായണൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നെഹ്റു സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഭാവി ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയായിരിക്കണമെന്ന ഗാന്ധിജിയുടെ കാന്തദർശിത്വം തന്നെയാണ് പ്രധാനമന്ത്രി നെഹ്റു തന്നെയായിരിക്കണമെന്ന നിർബന്ധമുന്തിക്ക് പിന്നിൽ. ക്ഷേത്രത്തിൽ പോകുകയോ വിധേയമാവുകയോ ചെയ്യാതെ നെഹ്റുവിൻ്റെ യുക്തിബോധമാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന് ഗാന്ധിജി കരുതി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ച നെഹ്റുവിൻ്റെ ജനാധിപത്യം ഇന്ന് വെറുപ്പിൻ്റെ രാഷ്ട്രീയമായി, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രതന്ത്രമായി മോദി മാറ്റിയിരിക്കുന്നു. ഫാസിസത്തിൻ്റെ കാൽക്കീഴിൽ വീഴാൻ ഇന്ത്യൻ ജനാധിപത്യത്തിനാവില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നേരിയ പ്രതീക്ഷയുണ്ട്. ഇരുട്ടിനെ തോൽപ്പിക്കുന്ന വെളിച്ചമുണ്ടാകട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റു സ്മാരക ലൈബ്രറി വൈസ് പ്രസിഡന്റ് TM മോഹൻ അധ്യക്ഷനായി. അമരത് ഉമാർ, VP കിഷോർ എന്നിവർ സംസാരിച്ചു. ഉപയോക്താക്കൾക്ക് വീണ്ടും പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ച് വാട്സാപ്പ്. മെറ്റ ഉടമസ്ഥയിലുള്ള ആപ്പിൻ്റെ സ്റ്റാറ്റസ് ഫീച്ചറിലാണ് അപ്ഡേഷൻ വന്നിട്ടുള്ളത്. 30 സെക്കൻഡ് ദൈർഘ്യമുണ്ടായിരുന്ന സ്റ്റാറ്റസുകളിൽ ഇനി മുതൽ 1 മിനിറ്റ് വരെ ദൈർഘ്യത്തിൽ ശബ്ദ സന്ദേശങ്ങൾ അയക്കാം. ആൻഡ്രോയിഡിനൊപ്പം iOS ഉപയോക്താക്കൾക്കും പുതിയ ഫീച്ചർ ലഭ്യമാകും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ആവർത്തിക്കുന്നവർക്കെതിരെ തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസുകൾ എടുക്കുന്നതിന് പോലീസിന് ഇത്തരം പരാതികൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ നിർദ്ദേശിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാലത്ത് പകർച്ചവ്യാധികളും സാമൂഹിക രോഗങ്ങളും തടയാൻ കാര്യക്ഷമമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രവർത്തിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനങ്ങൾ അടിയന്തര നടപടിയെടുക്കണം. ഹോട്ടലുകൾ, സ്ക്രാപ്പ് സ്ഥാപനങ്ങൾ, അതിഥി തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധയോടെ പരിശോധന നടത്തണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ MCRFകളിൽ നിന്ന് കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തുവെന്ന് ഉറപ്പാക്കണം. മെയ് 31-നകം ഈ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നും കളക്ടർ പറഞ്ഞു. കണ്ണൂരിൽ പാർസൽ വാനും ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു.
ചെറുകുന്ന് പള്ളിച്ചാലിൽ പാർസൽ വാനും ലോറിയും കൂട്ടിയിടിച്ച് എറണാകുളം സ്വദേശി മരിച്ചു. പാർസൽ വാൻ ഡ്രൈവർ അൻസാർ 34 മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 6:45ഓടെയാണ് KSTP റോഡിൽ ചെറുകുന്ന് പള്ളിച്ചാലിനും കൊവ്വപ്പുറത്തിനും സമീപത്തായിരുന്നു അപകടം. പാർസൽ വാനും ചെങ്കല്ലി ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ. സർവീസ് സെന്ററിലെ മാലിന്യ തുറസായ സ്ഥലത്ത് തള്ളിയതിന് വീണ്ടും പിഴ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥാപനത്തിന് സമീപം അലക്ഷ്യമായി മാലിന്യം കൂട്ടിയതിന് 25,000 രൂപ പിഴ ചുമത്തിയ വാഹന സർവീസ് സെന്റർ അതേ മാലിന്യം സ്വകാര്യ ഭൂമിയിൽ തള്ളിയതിന് മുഴപ്പിലങ്ങാട് പിടിയിലായി. സ്ക്വാഡ് കഴിഞ്ഞ ആഴ്ചയാണ് മാലിന്യം കൂട്ടിയതിനും അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിനും റെനോ കാർ കമ്പനിയുടെ കക്കാടുള്ള സർവീസ് സെന്ററിന് പിഴ ചുമത്തി മാലിന്യം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചത്. നീക്കം ചെയ്ത മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഏജൻസിക്ക് കൈമാറിയെങ്കിലും ഏജൻസി മുഴപ്പിലങ്ങാട് ഒരു സ്വകാര്യ ഭൂമിയിൽ തള്ളുകയായിരുന്നു. തള്ളിയ മാലിന്യം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പഞ്ചായത്തിൽ അറിയിക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KP തൃപ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. സ്ഥാപനത്തിനെതിരെ 25,000 രൂപ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തി മാലിന്യം അവരുടെ ചെലവിൽ തിരിച്ചെടുപ്പിച്ചു. പല സ്ഥാപനങ്ങളും അംഗീകാരമില്ലാത്ത ഏജൻസികൾക്ക് പണം കൊടുത്ത് നിയമവിരുദ്ധമായി മാലിന്യം കൈയൊഴുകുകയാണ് ചെയ്യുന്നതെന്നാണ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചത്. ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തുന്നതിനായി ബൾക്ക് വേസ്റ്റ് കാറ്റഗറിയിൽപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന വ്യാപിപ്പിച്ചു. ഏജൻസികളുടെ പ്രവർത്തനം അന്വേഷിച്ച് നിയമലംഘനം കണ്ടെത്തി നടപടിയെടുക്കാനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലക്ഷ്യമിടുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.